ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ഇട്ടിരുന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ മീൻസ് ഞാനിപ്പോൾ ഇട്ടു. ഇപ്പോൾ ആരെങ്കിലും കണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അതിന് മുമ്പ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കുറേ നാളെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഇങ്ങനെ വരും മാറും, ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ വരും മാറും അങ്ങനെ ഞാൻ ഓരോ പ്രശ്നം വരുമ്പോഴാണ് കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം ശരിയാവും അങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കത് എൻ്റെ ഒരു ഓർമ്മ വെച്ച നാൾ മുതലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം ശരിയാവും. എൻ്റെ കൂടെ ഇങ്ങനെ എൻ്റെ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളാണല്ലോ ഇങ്ങനെ ചെയ്തത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കും. ഇപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ വിഷമിക്കുന്ന സത്യം പറഞ്ഞാൽ ആ ആളെൻ്റെ ലൈഫിൽ ഇല്ലാത്തത് കൊണ്ടല്ല, എന്നെ ഇത്രയും പറ്റിച്ചു എന്നത് ആലോചിച്ചിട്ടാണ്. എന്നെ ഇത്രയും നന്നായിട്ട് അറിയാവുന്ന ഒരാൾ എന്നെ അത്രയും പറ്റിച്ചു എന്നുള്ളത് ആലോചിച്ചിട്ടാണ് എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റാത്ത അത്രയും വിഷമവും മൊത്തത്തിലൊരു ഒറ്റപ്പെടലും ഒക്കെ തോന്നണത്. ഞാനിപ്പോൾ എൻ്റെ ലൈഫിലിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ ഈ പറഞ്ഞ കണക്ക് എൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു, ചെയ്യാതിരുന്നിട്ടുണ്ട്. എന്നാലും ഇത്രയും ഞാനൊന്നും പ്രതീക്ഷയില്ല. മറ്റേ പ്രശ്നങ്ങളൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, ഇങ്ങനെ സംഭവിക്കും എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതൊട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ പെട്ടെന്ന് വന്നപ്പോഴത്തേക്കും എനിക്കതെൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ഞാനൊരു 3-4 ദിവസമായി കാണും എൻ്റെ മുടി നേരെ കോതിയിട്ട്, എൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ട്, ഞാൻ കുളിച്ചിട്ട്. ഇങ്ങനെയൊക്കെ എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ്. ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് കരയരുത് എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എനിവേ, ഇന്നെങ്കിലും ഞാനിങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എനിക്കറിയാം, ഞാൻ ക്യാമറ നോക്കുമ്പോൾ ഫ്രണ്ട് ക്യാമറയിലാണ് സംസാരിക്കണം. അപ്പോൾ എൻ്റെ ഫേസ് ചെയ്യുന്ന കാണാൻ എനിക്ക് പിന്നെ ഞാൻ കൂടുതൽ ഇമോഷണലാണ്. അതാണ് ഞാൻ ഇങ്ങോട്ട് നോക്കി സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ട് ഒരു ഗ്രോത്തായിട്ട് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇതുപോലൊരു പ്രശ്നം കൊണ്ടുവരും. അപ്പോൾ ഞാൻ എൻ്റെ കരിയറിലെ എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കും, അതിന് വേണ്ടി നിൽക്കും. എന്നിട്ട് ചവിട്ടി തേച്ചത് കണക്ക് അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പോവും. ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ എന്നെ ഒന്നൊന്നും അങ്ങനെ ഞാൻ നിന്ന് കൊടുക്കത്തില്ല ഒരിക്കലും. പക്ഷെ എന്നെ ഇത്രയും പറ്റിച്ചു, അല്ലെങ്കിൽ എന്നെ ഇത്രയും ചതിക്കുകയാണ് എന്നുള്ളത് എനിക്ക് അങ്ങോട്ട് പ്രോസസ്സ് ആവണില്ല. ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമില്ല, ആരെയും വിശ്വസിക്കരുത്, കൂടെ നിൽക്കണം ആരെയും. ചിലപ്പോൾ എന്നെ അറിയാമെന്നുള്ളവരായിരിക്കും ഈ വീഡിയോസ് കാണുന്നത് കൂടുതലും, ചിലപ്പോൾ എന്നെ അറിഞ്ഞുകൂടാത്തവരായിരിക്കും. ആരാണെങ്കിലും നിങ്ങൾ കൂടെ നിൽക്കണം. എത്ര വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞാലും ആരെയും ഇത്രയും ഒരു വിശ്വാസം ആർക്കും കൊടുക്കരുത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ എന്തായാലും എനിക്ക് ഒരു കൺസൾട്ടേഷൻ എടുക്കേണ്ടി വരും, അല്ലാതെ ഇത് നേരെ ആവുമെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പോൾ ഇന്നലേക്ക് ഇരുന്നതിൻ്റെ ഒരു 90% ശരിയായിട്ടാണ് ഞാനിപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് സംസാരിക്കുന്നത്. എനിക്ക്
എനിക്കൊന്നിനും പറ്റുന്നില്ല. ഞാനിങ്ങനെ എന്തെങ്കിലുമില്ല, ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നമ്മളെ ലൈഫാണ്, ഈ എനിക്ക് ആരും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സ്വയം ഒരുപാട് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റായിട്ട് 1-2 ദിവസം എന്തെങ്കിലുമൊക്കെ എൻ്റെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഇതുപോലെ ഞാൻ പഴയതുപോലെ വീണ്ടും ബാക്കിലോട്ടായിപ്പോകും. അപ്പോൾ ഇത് തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കൺസൾട്ടേഷൻ എടുക്കാമെന്ന് തന്നെ വിചാരിക്കുന്നു. എനിക്കല്ലാതെ പറ്റണില്ല. ചിലപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ ആരെങ്കിലും എന്നെ വിളിക്കുമായിരിക്കും. ഞാൻ എന്തായാലും ഫോൺ എടുക്കില്ല. എനിക്ക് ഇതിൽ പറയണതിലപ്പുറത്തായിട്ടൊന്നും എനിക്ക് ആരുടെ അടുത്തും പറയാനുമില്ല. ഇന്നതാണ് എനിക്ക് സംഭവിച്ചത് എന്ന് എനിക്ക് ആരും പറഞ്ഞ് മനസ്സിലാക്കാനും ഒന്നുമില്ല. ഞാനങ്ങനെ ഒരു സമാധാന വാക്കൊന്നും ഇപ്പം എന്നെ പേഴ്സണലി അറിയാമെന്നുള്ള ആൾക്കാരെ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എനിക്കത് വീണ്ടും ഒന്നേന്ന് ചർച്ച ചെയ്ത് സംസാരിച്ച് അത് എനിക്കങ്ങനെ ആക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് എല്ലാം. അപ്പോൾ അതിനി ഒന്നേന്ന് ആദ്യം മുതലേ ഒരാളെടുത്ത് പറഞ്ഞ് അങ്ങനെയൊന്നും എടുക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ അടുത്തുള്ള ഇഷ്ടക്കുറവോ ഒന്നുമല്ല. എനിക്കറിയാം ഇതിപ്പോൾ കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കുമെന്നുള്ളത്. ഞാൻ പിന്നെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടൻറ്റൊന്നും വരുന്നില്ല പുതിയതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ 1-2 വീഡിയോസ് ഉണ്ട്, അത് ഞാൻ ഇടുമായിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതുപോലെ കരഞ്ഞാണ് പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ കണക്ക് അത് ഞാൻ കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും എനിക്കിടയ്ക്ക് ഞാൻ എല്ലാത്തിൽ നിന്നും പിന്നോട്ട് പോകണത് കൊണ്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കും. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കണം, എത്ര കരഞ്ഞാലും വിഷമിച്ചാലും എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇപ്പോൾ ഇതാണ് എൻ്റെ കറണ്ട് സിറ്റുവേഷൻ. ഇത് കാണിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഞാൻ വന്നിരുന്ന് സംസാരിക്കും. ഒന്നാമത് ഞാൻ എപ്പോഴും നല്ല രീതിയിൽ വെൽ ഡ്രസ്ഡായിട്ട് ഒരുങ്ങി, എനിക്കെപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരുങ്ങി നന്നായിട്ട് നടക്കുക എന്ന് പറയണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഞാൻ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. ഞാനിങ്ങനെ ആവുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ പോലും ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അവരെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാം കൊണ്ട് മൊത്തത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനും എനിക്കറിയത്തില്ല. ഞാൻ ആ ഷോർട്സ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഞാൻ ആ ഒരു പേര് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഞാനൊരു 2018 ലാസ്റ്റ് ആയപ്പോൾ, എന്നാലും പ്രോപ്പറായിട്ട് ഇട്ട് തുടങ്ങിയ 2019 ആയപ്പോൾ വീഡിയോസ് ചെയ്ത് തുടങ്ങിയതാണ്. എനിക്കങ്ങനെ ഗ്രോത്ത് ഇല്ലാതെയൊന്നും ഇരുന്നിട്ടില്ല. എല്ലാവരെയും പോലെ ആദ്യത്തെ കുറേ സമയം ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ മോണിറ്റൈസ്ഡായി, നല്ല രീതിയിൽ എമൗണ്ട് വന്നു. പിന്നെ ഈ പ്രശ്നങ്ങൾ വരുമ്പം ഫുൾ കട്ടാവും, പിന്നും വരും, പിന്നെയും കട്ടാവും, പിന്നെയും വരും. ഈ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും എൻ്റെ ഏജും കൂടുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഒരു ടൈമിൽ ആ ഒരു കരിയർ വൈസ് ഉള്ളൊരു ഗ്രോത്ത് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ തുടങ്ങുന്നതിന് ശേഷം തുടങ്ങിയ ആൾക്കാർ ഒരുപാട് പേര് സക്സസ് ആയിട്ടുണ്ട്. അതിന് മുമ്പ് തുടങ്ങിയവരും സക്സസ് ആയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ ആരെയും ലൈഫ് വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ ആലോചിച്ച് പോകും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എന്തെങ്കിലുമൊക്കെ
ഇട്ടേ പറ്റുള്ളൂ. ഈ പറഞ്ഞ കണക്ക് യൂട്യൂബ് ആൽഗരിതത്തിന് അറിയത്തില്ലല്ലോ നമ്മളെ ഈ പ്രശ്നം കൊണ്ടാണ് വീഡിയോ ഇടാത്തത്.